ഉത്തമഗീതം 5:2. 5-ാം അധ്യായം 2-ാം വാക്യം. വാതിക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. ഒന്നൂടെ ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഒരു ദൈവപൈതലെന്ന് പറഞ്ഞാൽ ഈ വെളിവുകെട്ടുറക്കമൊന്നും അല്ല. എൻ്റെ ബ്രദറെ, അങ്ങോട്ട് കിടന്നത് മാത്രം അറിയാം. നേരം വെളുത്ത അങ്ങനൊന്നും അല്ല ദൈവമക്കളൊക്കെ. അവർ ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും രാത്രി ഒരു റെസ്റ്റ് എടുത്താലും അവർക്ക് അതൊരു ഉറക്കം പോലെ ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് രാത്രിയിലൊക്കെ ചില സമയത്തൊക്കെ തട്ടി ഉണർത്താറുണ്ട് ദൈവം. ചിലർക്ക് കാലുവേനൊക്കെ തന്നേക്കുന്ന ഉണർന്ന് പ്രാർത്ഥിക്കാനാണ്. നമ്മൾ ഒട്ടും എഴുന്നേക്കത്തില്ല. ആ കാലിലിട്ട് മറ്റേ കാലുകൊണ്ട് ഇങ്ങനെ സ്തോത്രം തൂത്ത് കിടക്കുമല്ലാതെ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ച് ആ കാലുവേദന പൂർണ്ണമായിട്ട് പോകും. നമ്മൾ മിണ്ടുന്നില്ല. രാത്രി ചില സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേറ്റ് സിംഹം വരുന്നതിന് പുലി വരുന്നു കണ്ടേച്ച് ഉടനെ അയ്യോ ഇന്ന് രാത്രി ഞാൻ ഉറക്കം പോയെന്നല്ല, മുട്ട എഴുന്നേറ്റ് സ്വപ്നത്തിൽ വെളിപ്പെട്ടവനെ ഒന്ന് ശാസിച്ചു കിടന്ന് നല്ല ഉറക്കം കിട്ടും. രാത്രി വല്ലതൊക്കെ സ്വപ്നം കാണുവോ, ഇച്ചിരിയൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ഓർത്തണം, നിന്റെ കൂടെ ദൈവം ഉണ്ട്. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ബെഡ്റൂം ദൈവത്തിൻ്റെ സമ്മേളന മുറിയാക്കാൻ? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ബെഡ്റൂമിന്? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇസ്രായേലിൻ്റെ പരിപാലകൻ ബാക്കി പറയാം മയങ്ങത്തില്ല. നീ ഉറങ്ങുമ്പോഴും എൻ്റെ ദൈവം 24 hours ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കുക. എനിക്കറിയാം ഇന്ന് യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് ആരെയൊക്കെയോ ദൈവം പേര് വിളിക്കാൻ പോവുക. നിന്റെ കുടുംബത്തിൽ ആരെയും വിളിക്കാത്ത പേര് നീ പറയണ, യേശുവിന് എൻ്റെ പേരറിയാം. വാക്യത്തിലോട്ട് വരാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പം നമ്മുടെ കണ്ണ് ആരെ കണ്ടുകൊണ്ടിരിക്കുക? എപ്പോഴും ദൈവത്തെ. പ്രശ്നങ്ങളെ നോക്കല്ലെന്ന് പറ. അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്തു വെച്ചാൽ പ്രശ്നങ്ങളെ നോക്കല്ലെന്ന് പറ. നമ്മൾ പ്രശ്നത്തെ നോക്കിയാൽ നമ്മൾ ഒറ്റ യോഗത്തിനെ വരത്തുള്ളൂ. പ്രശ്നത്തെ നോക്കാതിരുന്നാലോ ഒരു പ്രശ്നമില്ല. പൗലോസ് പറഞ്ഞ മറക്കരുത്, ഞാൻ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കും. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ. ഇന്ന് എന്നോട് ദൈവാത്മാവരെ പ്രശ്നത്തെ നോക്കുന്നവര് ആ കണ്ണ് അവിടുന്ന് പറിക്കണം. എന്നിട്ട് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. അപ്പൊ ഈ വാക്യത്തിനകത്തെ 1-ാമത്തെ ദൂത് പറയാൻ പോവുക. ഇത്രയും നേരം ഇതിൻ്റെ ഇച്ചിരി ചരിത്ര പശ്ചാത്തലമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. നിങ്ങളോടുള്ള 1-ാമത്തെ ദൂത് പറയാൻ പോവുക. ശ്രദ്ധിച്ചു കേൾക്കണം. 1-ാമത്തെ ദൂത് ശ്രദ്ധിച്ചു. സ്തോത്രം. അപ്പം ഇവിടെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, എൻ്റെ കണ്ണ് ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി ഒന്നെടുത്ത് 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എവിടെയാ? എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. അതിനർത്ഥം എന്നാ? കർത്താവ് മുമ്പിലും ഞാൻ പുറകിലുവാ. ഇതിലോട്ട് വരിക. കർത്താവ് മുമ്പിലും ഞാൻ പുറകിലുവാ. ഈ ഒരു വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറണം. നിങ്ങളുടെ മുൻപിൽ ചലിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ ചില മേഖല നിങ്ങൾക്ക് മുമ്പിൽ പോകുന്ന കർത്താവ് ഓപ്പൺ ചെയ്തു തരും. എന്നോട് പരിശുദ്ധാത്മാ പറയുക, നിനക്ക് മുമ്പിൽ ചില തടസ്സങ്ങളെ മാറ്റുവാൻ എൻ്റെ കർത്താവ് നിനക്ക് മുമ്പിൽ ചലിക്കാൻ പോവുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് ആരാധന കഴിഞ്ഞ് കൈയടിക്കുമ്പോഴല്ല, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തടസ്സങ്ങൾ മാറും. കാരണം നിനക്ക് മുമ്പിൽ ദൈവം യാത്ര ചെയ്യുന്നു. എത്ര പേര് അതിന് ആമീൻ പറയും? അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, നിനക്ക് മുമ്പിൽ യേശു യാത്ര ചെയ്യുന്നു. സ്തോത്രം. ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയിലൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഇന്ന് എത്ര പേര്, സ്തോത്രം, നിങ്ങളുടെ ആത്മതല ഒന്ന് തുറന്നിട്ട് പറയണം, എനിക്ക് മുമ്പിൽ കർത്താവ് യാത്ര ചെയ്യുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുവാൻ നിനക്ക് മുൻപിൽ എൻ്റെ കർത്താവ് ചലിക്കുക. ഓ ജീസസ്. ഇനി മന്ത്രവാദി ചലിക്കുന്ന ദിവസങ്ങളല്ല, എതിരാളി ചലിക്കുന്ന ദിവസങ്ങളല്ല. അവർക്ക് ചലിക്കാൻ പറ്റത്തുമില്ല, നീ ചലിക്കുകയും ചെയ്യും. വർഷങ്ങൾ നീ കാത്തിരുന്ന വിഷയത്തിന്റെ മറുപടി ഇന്ന് നിനക്ക് മുമ്പിൽ വെളിപ്പെടാൻ പോവുക. ചില വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ആദ്യത്തെ ദൂത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ യഹോവ തന്റെ അഭിഷക്തനായ കോരസിനോട് പറയുന്ന ഒരു ദൂത വായിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്നു ദുർഘടങ്ങളെ നിരപ്പാക്കി. കോരസേ, ഞാൻ നിനക്ക് മുൻപിൽ പോകാൻ പോവാ. ദുർഘടങ്ങളെ നിരപ്പാക്കല്ലേ, ഞാൻ നിനക്ക് മുൻപിൽ പോവുക.
ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ച കാര്യത്തിൽ ദൈവം മുമ്പിൽ പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനൊരു ശബ്ദം കേൾക്കുന്നു, ചിലരുടെ റൂട്ട് ഇന്ന് ദൈവം ക്ലിയർ ചെയ്യും. ഒരാമയും വരുന്നില്ല. നമ്മൾ കണ്ടിട്ടില്ലയോ? ഞാൻ ഇനി ഒരു ആത്മതലം പറയാം. മന്ത്രിമാരൊക്കെ യാത്ര ചെയ്യുമ്പം, സ്തോത്രം, കണ്ടിട്ടുണ്ടോ? അവർക്ക് മുമ്പിൽ പോലീസ്, ട്രാഫിക് പോലീസൊക്കെ അവർ വരുന്ന റൂട്ടിലോട്ട് വേറൊരു വണ്ടി കയറാതെ ബ്ലോക്ക് ചെയ്യും. എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു വെളിപ്പാട് പറയുന്നു. സ്തോത്രം, നിന്റെ മുന്നോട്ടുള്ള മൂവ്മെന്റ്സിനെതിരെ, സ്തോത്രം, ദൈവം അതിൻ്റെ മുമ്പിൽ യാത്ര ചെയ്യുന്നത് ഞാൻ കാണുക. അവൻ പോകുന്നതിനാ ദുർഘടങ്ങളെ, ദുർഘടങ്ങളെ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. ഒരാമി കഴിയത്തില്ലെന്ന് നീ പറഞ്ഞ ആ ദുർഘട മേഖലയെ എൻ്റെ ദൈവം ഡീൽ ചെയ്യാൻ പോവാ. എത്ര പേരാമയും പറയും? തടസ്സം എന്ന് പറഞ്ഞ് നീ പോയിട്ട് തിരിച്ചു വന്ന ആ റൂട്ട് ഇന്ന് ഹോളി സ്പിരിറ്റ് ക്ലിയർ ചെയ്യാം. ഞാനൊരു ശബ്ദം ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നു. നിന്റെ ഭാവിയുടെ റൂട്ട് ഇന്നത്തെ ആരാധനയിൽ ദൈവം ക്ലിയർ ചെയ്യും. ഓ, യേശുവിൻ്റെ നാമത്തിൽ വഴിയില്ലാത്തടത്ത് പുതിയ വഴി വെട്ടാൻ പോവാ. ഓ, വഴിയിൽ മനസ്സിലായവര് ദൈവത്തിന് സ്തോത്രം ചെയ്യ. മനസ്സിലായവര് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. വഴിയില്ലാത്തടത്ത് ഒരു വഴി ഉണ്ടായി വരാൻ പോവുക. കാരണം നിനക്ക് മുമ്പിൽ ദൈവം ചലിക്കുന്നു. എന്നോട് ദൈവാത്മാ പറയാ, കുറേ നാളുകൾ സ്റ്റക്കായി കിടന്ന ചിലരുടെ മുമ്പിൽ വഴി ക്ലിയർ ചെയ്യാൻ പോവുക. ഓ, യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. അടുത്തിരിക്കുന്നാക്കൊന്ന് കൈ കൊടുത്ത് പറ, നിന്റെ വഴി ക്ലിയർ ചെയ്യാൻ പോവാന്ന് പറ. എനിക്ക് ദൈവാത്മാവ് ഒരു ദൂത് വെളിപ്പെടുത്തി തരിക. ഈ ദിവസങ്ങളിൽ നിനക്ക് മുന്നോട്ടൊരു ചലനമുണ്ട്. കാരണം നിനക്ക് മുമ്പിൽ ദൈവം യാത്ര ചെയ്യുക. എത്ര പേര് അതിന് ആമീൻ പറയും? വളരെ നാളുകൾ കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടിരുന്ന ചില മേഖല ഇന്നത്തെ ആരാധന പൊട്ടും. റൂട്ട് ക്ലിയർ ആകാൻ പോവുക. നിന്റെ കുഞ്ഞ് പഠിക്കാൻ പോകേണ്ട സ്ഥലത്ത് ആ റൂട്ട് ഇവിടെ നോക്ക. നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലോട്ട് വരുമ്പം അവർ പോകേണ്ട റൂട്ട് ദൈവം വരച്ചിട്ടേക്കുക. തമ്പുരാൻ വരച്ച റൂട്ട് മാപ്പ് നീ ചിന്തിക്കാത്ത സ്ഥലത്തൂടെ വരച്ചേക്കുന്നത്. അലറി ഒഴുകുന്ന ചെങ്കടലിന്റെ നടുക്കൂടെ ദൈവം റൂട്ട് മാപ്പ് ഇട്ടിട്ടുണ്ട്. സ്തോത്രം. മോശ എന്തിനാണെന്നറിയാമോ? തമ്പുരാൻ വരച്ച വഴിയിൽ കുറച്ച് വെള്ളം കയറി കിടപ്പുണ്ട്. അതിനെ വടി ചൂണ്ടി മാറ്റാനാ മോശെ. ഇന്ന് പകലും അഭിഷക്തന്മാരോട് ശുശ്രൂഷ ചെയ്യാൻ പോവാ. ദൈവം നിന്റെ ഫ്യൂച്ചറിൽ വെച്ച റൂട്ട് മാപ്പിലെ അതിന്റെ മണ്ടയ്ക്ക് വീട് കിടക്കുന്ന മണ്ണ്, അതിന്റെ മണ്ടയ്ക്ക് വീട് കിടക്കുന്ന വെള്ളം, ഈ ശബ്ദമായി ദൂതനെ പറയിപ്പിച്ചത് നിന്റെ റൂട്ട് ക്ലിയർ ചെയ്യാൻ പോവാ. നീ പോകേണ്ട റൂട്ടിൽ കൂടെ അല്ലിപ്പോ പോകുന്നത്. ഹോളി സ്പിരിറ്റ് പറയുന്നു നിന്റെ റൂട്ട് മാപ്പ് വ്യത്യസ്തമാ. എന്തോ സംഭവിക്കാൻ പോവാ. ദൈവം നിനക്ക് മുമ്പിൽ പോകുന്നു. ഞാൻ നിനക്ക് മുമ്പിൽ ചെന്ന് ദുർഘടങ്ങളെ വെട്ടിമാറ്റും. ദൈവത്തിന് ഇന്ന് ചിലത് വെട്ടിമാറ്റാനുണ്ട്. തടസ്സം നിൽക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ ആയുധങ്ങൾ കൊണ്ട് സ്തുതിച്ചോണം. നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പം ചില ആഭിചാരം ചെയ്തിട്ട മേഖലകളെ ദൈവത്തിന് വെട്ടിമാറ്റണം. നീ അതിലെയാ പോകണ്ടേ.